നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കറി ഉണ്ടാക്കൽ എന്ന് പറയുന്നത് വലിയൊരു പണിയാണ്. എനിക്കിന്ന് അരമണിക്കൂറേ ഉള്ളൂ ഉച്ചയ്ക്ക് ഊണിനുള്ള കറി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ബീൻസ് പയറും ഒരു ചെറിയ കഷ്ണം പാവയ്ക്കയും സവാളയും പച്ചമുളകും തേങ്ങയൊക്കെ കൊണ്ട് ഇതെല്ലാം കൂടെ അരിഞ്ഞ് പെറുക്കിയെടുത്ത് നല്ലോണം ഒരു തോരനുണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കടുകൊക്കെ താളിച്ചതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ കൂടി ഇതിനകത്തേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കുക. കാരണം നമ്മൾ ഈ പാവയ്ക്ക ഉപ്പിനകത്ത് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് അതിൻ്റെ കയ്പ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ തട്ടിപ്പൊത്തി എല്ലാം വെച്ചതിന് ശേഷം വെള്ളം ഒഴിക്കരുത്. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം വെള്ളമൊക്കെ വലിഞ്ഞതിന് ശേഷം ഒരു കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കിയെടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ചാറും കൂടി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല. അപ്പോൾ അതുകൊണ്ട് തൈര് ഇരിപ്പുണ്ട്. ആ തൈരൊക്കെ ഒന്ന് മിക്സിക്കകത്തൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കാന്താരി സമ്മന്തി ഉണ്ടാക്കി വെച്ചില്ലേ, ആ കാന്താരി സമ്മന്തിയിൽ ഒരു കുറച്ച് ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഉച്ചയ്ക്കിന്ന് കഴിക്കാനുള്ള കറികൾ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെയുള്ള റെസിപ്പികൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.